നമുക്കിന്ന് നല്ല നാടൻ ചിക്കൻ റോസ്റ്റ് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കറിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്കൊരു 15 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ്. ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോഗ്രാം ചിക്കനാണ്. നന്നായിട്ട് കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത ചിക്കനാണിത്. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് ക്രഷ് ചെയ്തത് അല്ലെങ്കിൽ പൊടിച്ച കുരുമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി 1/2 ടേബിൾ സ്പൂൺ വരെ വിനാഗിരി അതായത് സുർക്ക ചേർക്കാം. സുർക്കയ്ക്ക് പകരം 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്താലും മതി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ചിക്കനിൽ നന്നായിട്ട് മസാല പിടിച്ചിരിക്കണം. വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിതിൽ വെള്ളം ചേർത്തിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത ഈ ചിക്കൻ നമുക്ക് അടച്ചു വെച്ച് ഒരു 1/4 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ മാക്സിമം വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 4 അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ പാത്രത്തിലൊന്ന് നിരത്തി കൊടുക്കാം. ഒരുപോലെ നിരത്തിയതിന് ശേഷം നമുക്കിത് ഒരു ഭാഗം ഫ്രൈ ആവുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ചിക്കൻ്റെ ഒരു ഭാഗം നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. മുഴുവൻ ചിക്കനും ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് വശവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് 3-4 മിനിറ്റ് ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ. 3-4 മിനിറ്റ് ഇതുപോലെ ഇളക്കി ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ മാറ്റിയതിന് ശേഷം നമുക്ക് ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ചേർക്കാം. ഒരു പച്ചമുളക് 3-4 കഷ്ണങ്ങളായി നെടുകെ കീറിയത് ചേർക്കാം. പച്ചമുളകും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അതും വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റി വേവിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള അതായത് ഉള്ളി ചേർക്കാം. 2 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ സമയത്ത് ഈ ഉള്ളിക്ക് ആവശ്യമായ അത്രയും ഉപ്പും ചേർത്ത് കൊടുക്കാം. കൂടുതൽ ഉപ്പ് ചേർക്കേണ്ട, നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തതാണ്. ഈ ഉള്ളിക്ക് ആവശ്യമായ അത്രയും ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടി വഴറ്റിയെടുക്കാം. ഉള്ളി നല്ല സോഫ്റ്റായിട്ട് നന്നായി വാടി വരുന്നത് വരെ ഇതുപോലെ വഴറ്റണം. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണമെല്ലാം കളയണം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇതുപോലെ വഴറ്റണം. ഇനി നമുക്കിതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം.
അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ കിടക്കുന്ന ഉള്ളി നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഒരു 5 മിനിറ്റ് മാത്രം ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചേർത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഉള്ളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കാം. ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. ചിക്കനും ഉള്ളിയും മസാലയൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റ് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചാൽ മതി. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനും ഉള്ളി മസാലയും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ വളരെ ടേസ്റ്റിയേറിയ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റുകയാണ്. ഇതിൻ്റെ മുകളിൽ ഞാൻ അല്പം കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.